എൻ്റെ പേര് ബിൻസി. ഞാൻ തിരുവല്ലയിൽ നിന്നും വരുന്നു. അടുത്തുള്ള ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്നത്. എൻ്റെ ഹസ്ബൻഡ് 19 ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുത്ത പ്രകാരമാണ്. എനിക്ക് ഒരു ശരീരത്തിന് ഫ്ലൂയിഡ് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ചെറിയൊരു ഗ്ലാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു, സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛൻ തൈലവും എണ്ണയും ഉപ്പും തന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അച്ഛൻ പറഞ്ഞു വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു. അവർ പറഞ്ഞു ന്യൂട്രസിൽ ചെറിയ കുരുക്കളുണ്ട്, എത്രയും പെട്ടെന്ന് ന്യൂട്രസ് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞതെന്ന്. ഡോക്ടറെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എണ്ണയും തൈലവും തൂക്കണമെന്ന് പറഞ്ഞു. മെയ് 2 ഓപ്പറേഷൻ നടന്നു. വീണ്ടും ഇവിടെ ബയോപ്സിക്ക് റിസൾട്ട് വിട്ടു. റിസൾട്ട് വരുന്നിടം വരെ ഞങ്ങൾ നോക്കി നിന്ന് പ്രാർത്ഥിച്ചു. എണ്ണയെടുത്ത് പ്രാർത്ഥിക്കുകയും ഉപ്പ് കഴിക്കുകയും പത്രങ്ങൾ ഓരോരുത്തരുടെ കൈകൾ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും അനേകരുടെ പ്രാർത്ഥനയും അച്ഛൻ തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. ബയോപ്സിയുടെ റിസൾട്ട് വന്നു, നെഗറ്റീവായിരുന്നു. എൻ്റെ മോൾക്ക് നല്ല തലവേദനയായിരുന്നു. അവൾ പല ദിവസമായിട്ട് സ്കൂളിൽ പോകാതെയിരുന്നു. വേദന കാരണം സ്കൂളിൽ പോകാതിരുന്നത് എണ്ണ തൊട്ട് പ്രാർത്ഥിച്ചു, സുഖം പ്രാപിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യമാക്കി. അവൾക്ക് വിടുതൽ കിട്ടി. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ സഹോദരിയുടെ കുഞ്ഞ് ICUവിൽ ഷുഗറും പ്രഷറുമായിട്ട് കൂടിക്കിടന്നു. എത്ര പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ഉപ്പ് കൊടുത്ത് കുഞ്ഞിനെ തൊട്ട് പ്രാർത്ഥിച്ചു. എത്രയും പെട്ടെന്ന് അവന് സുഖം പ്രാപിക്കുകയും ചെയ്തു. അവനെ ICUവിൽ നിന്നും വാർഡിലേക്ക് ഇറക്കി. ഇവിടുത്തെ ഉപ്പും എണ്ണയുമാണ് അവനെ ഇത്രത്തോളം സുഖപ്പെടുത്തിയത്. ഞങ്ങളുടെ രോഗത്തിനെല്ലാം ഇത്രത്തോളം കരുതൽ തന്നേന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ മകനെ ICUവിലായി കിടക്കുകയായിരുന്നു. അവന് പലവിധമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വാർഡിൽ ഒരു കാരണവശാലും ഇറക്കത്തില്ല. അവന് വേദനയും വിഷമവുമായിരുന്നു. അവൻ്റെ അമ്മ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അവനെ ICUവിലായത് കാരണത്താൽ ഞങ്ങൾക്ക് അവനെ തൊട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. കുഞ്ഞിനെ ഞങ്ങൾ വീട്ടിൽ നിർത്തി. കുഞ്ഞിനെ വെച്ച് അവിടെ ഉള്ളം തൊട്ട് നെറുക വരെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ICU കിടക്കുന്ന എൻ്റെ കുഞ്ഞിന് സുഖം പ്രാപിക്കണം. അവനെ കാണുവാനോ തൊടാനോ ഞങ്ങൾക്ക് പറ്റുന്നില്ല. എൻ്റെ മാതാവേ അവിടുന്ന് അവനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അവൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അവനെ ഡോക്ടർ പറഞ്ഞു വാർഡിൽ ഇറക്കാമെന്ന്. പത്രവും ഞങ്ങൾ ആശുപത്രികളിൽ എല്ലാവർക്കും പത്രം കൊടുക്കുകയും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.